നമസ്കാരം. എന്താ സാറേ, സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. ഡൽഹിയിൽ പാർലമെന്റ് ഒക്കെ നടക്കുന്നു. ഇങ്ങനെ ഞങ്ങളുടെ ബഹളങ്ങളൊക്കെ നിൽക്കുകയല്ലേ. ഞാൻ പാർട്ടികളെ ഡൽഹിയിലെ പാർലമെന്റിൽ മുന്നിൽ നിർത്തി പാടുമ്പോൾ വലിയ സന്തോഷം തോന്നി. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ എല്ലാ കാലത്തും നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, അത് കുഞ്ഞൻ നമ്പ്യാരുടെ കാലഘട്ടം മുതൽ തന്നെ ഭരിക്കുന്നവരായാലും തലപ്പത്തിരിക്കുന്നവരായാലും അവരുടെ ചെയ്തികൾക്കെതിരായിട്ട് ആക്ഷേപഹാസ്യമായിട്ട് പാട്ടുകൾ ഉണ്ടാവാറുണ്ട്, ഓട്ടംതുള്ളുകൾ ഉണ്ടാവാറുണ്ട്, സാഹിത്യരചനകൾ ഉണ്ടാകാറുണ്ട്, നാടകങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു സത്യത്തിൽ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. അത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ താറടിച്ച് കാണിക്കാനുള്ളതല്ല, വ്യവസ്ഥിതിയിൽ ഉണ്ടാകുന്ന പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സമീപനമാണ്. നിങ്ങളും അതേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് മനസ്സിലാവുന്നില്ല, അതിന് മാത്രം കേസെടുക്കാൻ മാത്രം ഈ നാട്ടിൽ എത്ര ക്രിമിനലുകൾ വിളഞ്ഞാടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഓരോ ദിവസവും നമ്മൾ വാർത്ത കേട്ടാൽ മയക്കുമരുന്നും മദ്യവും ഒക്കെ തന്നെ കൂടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ബലിയില്ലാതെ എത്രയുണ്ട്. അവർക്കൊന്നും കേസെടുക്കാത്ത പോലീസ്. ഇതൊരു മഹാപരാധമാണ്. സത്യത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെ ആക്ഷേപഹാസ്യത്തിലൂടെ ചിത്രീകരിച്ച് ഒരു പാട്ടാക്കി മാറ്റിയതിനെ, ഇങ്ങനെ ഒരു പാരഡിയെ അതിൽ കേസെടുക്കുക, എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കേരള സമൂഹം നിങ്ങളുടെ ഒപ്പമുണ്ട്, ഞങ്ങളെല്ലാം നിങ്ങളുടെ ഒപ്പമുണ്ട്. അല്ല, ഇപ്പൊ സുഖമായിട്ടിരിക്കുന്നു. വിഷമൊന്നുമില്ലല്ലോ. അല്ല, അത് അല്ല, അതായിരുന്നു മനസ്സിലാവേണ്ടത്. അല്ല, അങ്ങനെയല്ല തോന്നുന്നു. അവരുടെ പ്രവർത്തനമല്ലേ അവരെ സാധ്യത മങ്ങലേൽപ്പിക്കുന്നത്, പാട്ടല്ലല്ലോ. അവരുടെ പ്രവർത്തനങ്ങളിൽ ഇത്തരം മുൻപ് കാലഘട്ടത്തിൽ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴായാലും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും എന്തുമാത്രം ആക്ഷേപങ്ങളൊക്കെ അവർ സഹിച്ചിട്ടുണ്ട്. എന്തെല്ലാം രീതി, എത്ര നാടകങ്ങൾ, എത്ര സിനിമകള്, എത്ര കാര്യങ്ങൾ. അപ്പൊ ഇതൊന്നും സഹിക്കാൻ പറ്റാത്തവരായിട്ട് ഇവർ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങോട്ടാണ് അവർ പോകുന്നത്. എന്തായാലും താങ്കളെ കേരള സമൂഹം വളരെ വളരെ സ്നേഹത്തോടെയാണ് കാണുന്നത്. താങ്കൾ ഇതിനകത്ത് ഈ കേസ് പോലും നിങ്ങളുടെ ടീമിന്റെ പ്രവർത്തനത്തെ കുറച്ചുകൂടി ശക്തമാക്കിയിട്ട് മാറ്റിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവും. ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.